യാ നിനക്ക് ഈ വീട് തന്നെ വേണോ? വേറെ വല്ലതും നോക്കിയാൽ പോരെ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ വീട് തന്നെ മതി. അതല്ലടാ, ഇതിനു മുന്നേ ഇവിടെ ഒരു 3-4 ഫാമിലി വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അവരെ പലരെ ഇവിടെ വെച്ച് കാണാതായിട്ടുണ്ട്. പോലീസ് നാട്ടുകാരൊക്കെ കുറേ അന്വേഷിച്ചു, പക്ഷെ ഒരുത്തൻ്റെ പൊടി പോലും കിട്ടിയില്ല. അതാ നിന്നോട് ഞാൻ ചോദിച്ചത്. നീ ഇനിയൊന്നും പറയണ്ട, എനിക്ക് ഈ വീട് തന്നെ മതി. നീയൊക്കെ ഏത് യുഗത്തിലാടാ ജീവിക്കുന്നത്? കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ട്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നീ എന്ത് വന്നാ ചേച്ചി? എടാ പറയടാ. എടാ, നീ ഇവിടെ ഒരു മുറി എന്നല്ലേ പറഞ്ഞേ? ഇതിപ്പോൾ 2 മുറി ഉണ്ടല്ലോ. 2 മുറിയോ? എടാ, വാതിൽ തുറന്ന ഇടതുവശത്തായിട്ട് ഒരു മുറിയേ ഉള്ളൂ. നീ എന്തു ഈ പറയുന്നേ? അല്ലടാ, ഇതേ തെക്കുവശത്ത് വേറൊരു മുറി. എടാ, അവിടെ ആകെ ഒരു മുറിയേ ഉള്ളൂ. ഞാൻ കയറി കണ്ടതല്ലേ. എടാ, നീ എന്നെ പൊട്ടനാക്കാൻ നോക്കണോ? ഞാൻ നിന്റെ ഇപ്പോൾ 2ാമത്തെ മുറിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എടാ, നീ ഒരു 10 മിനിറ്റ് സമയം എന്താ? നീ എപ്പോഴത്തേക്കും ഇവിടെ കയറരുത്. നീ ഒരിടത്ത് തന്നെ ഇരിക്കുക. അവിടെ പാമ്പോ ചേമ്പോ എന്തെങ്കിലുമൊക്കെ കാണും. നീ ഒരു 10 മിനിറ്റ്, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ആടാ. ആ പ്ലാനിൽ അങ്ങനെ മുറിയേ ഇല്ലല്ലോ. പിന്നെ ഏത് മുറിയുടെ കാര്യം ഇനി പറയാമോ? ഹലോ. നീ ആളെ കളിയൊക്കെ നോക്കുവാണോ? എന്താടാ? അവിടെ അങ്ങോട്ട് മുറിയേ ഇല്ല. എടാ, നീ ആളെ കളിയാക്കല്ലേ? ഞാൻ ആ മുറിയുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. എന്റെ പൊന്നളിയെ, ഞാൻ ആ വീടിന്റെ പ്ലാൻ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. ആ വീട്ടിൽ അങ്ങനെ മുറിയേ ഇല്ല. എടാ, ഇപ്പം എൻ്റെ കണ്ണാണോ പ്രശ്നം? നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഹലോ. ഇപ്പോഴത്തേനും കട്ടായോ? സുമേഷ്, കളിക്കാൻ തുറക്കണം. ഇവന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇത് എവിടെ പോയി കിടക്കുമോ? സഞ്ജുവേ, എന്ത് പറയാന്? ആകെ ഒരു മുറി ഉള്ളു, കേട്ടോ. 2 മുറി ഇത് പറയുന്നത്. ഇവന് ഫോൺ ഓഫ് ആക്കിയിട്ട് ഇത് എവിടെ പോയി കിടക്കുക? ഞാനിതിൻ്റെ അകത്തുണ്ടാ. തുറക്കടാ. നീ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? തുറക്കടാ.